കേരള PSC 19/5/2023 നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വുമൺ തസ്തികയിലേക്കുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ 2022 പരീക്ഷയാണിത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 041/2023 ചോദ്യം 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ബി ആണ്. നെപ്പോളിയൻ്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 അത് തെറ്റാണ്. ചോദ്യം 2. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ചോദ്യം 2. ഉത്തരം ഡി ആണ്, ലൂയി 14. ചോദ്യം 3. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് എഴുതുക. ചോദ്യം 3. ഉത്തരം എ ആണ്. ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു, അത് തെറ്റാണ്. ചോദ്യം 4. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ചോദ്യം 4. ഉത്തരം സി ആണ്, 4, 2, 1, 3. ചോദ്യം 5. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ഉത്തരം എ ആണ്, അഖില തിരുട്ട്. ചോദ്യം 6. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബി ആണ്, ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. ചോദ്യം 7. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനം? ഉത്തരം എ ആണ്, ഭൂകമ്പ നാഭി. ചോദ്യം 8. വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഭാഗത്തു വെച്ചാണ്? ഉത്തരം ബി ആണ്, യുവത്വ ഘട്ടം. ചോദ്യം 8ൻ്റെ ഉത്തരം ബി ആണ്, യുവത്വ ഘട്ടം. ചോദ്യം 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ വസ്തു ഏത്? ഉത്തരം ഡി ആണ്, ഡയമണ്ട്. ചോദ്യം 10. ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ ആര്? ഉത്തരം എ ആണ്, കേപ്പൻ. ചോദ്യം 11. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം സി ആണ്, ഇടുക്കി. ചോദ്യം 11ൻ്റെ ഉത്തരം സി ആണ്, ഇടുക്കി. ചോദ്യം 12. AC റോഡിന് സമാന്തരമായി ദേശീയ പാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്? ചോദ്യം 12. ഉത്തരം എ ആണ്, ഗ്രീൻഫീൽഡ്. ചോദ്യം 13. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ വിപ്ലവം? ഉത്തരം ബി ആണ്, പഴം പച്ചക്കറികളുടെ ഉൽപ്പാദനം. ചോദ്യം 14. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി? ഉത്തരം എ ആണ്, റാബി. ചോദ്യം 15. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കുവാൻ രൂപീകരിച്ച സ്ഥാപനം ഏത്? ചോദ്യം 15. അതിൻ്റെ ഉത്തരം സി ആണ്, സിഡ്കോ. ചോദ്യം 16. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ? നീതി ആയോഗിൻ്റെ ആസ്ഥാനം? ഉത്തരം സി ആണ്, ന്യൂഡൽഹി. ചോദ്യം 17. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? 17. ചോദ്യം 17. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ഉത്തരം ഡി ആണ്, സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ഇതൊക്കെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷണമായിരുന്നു. ചോദ്യം 18. ലോക പയർവർഗ ദിനം ഏത്? ലോക പയർവർഗ ദിനം? ഉത്തരം ഫെബ്രുവരി 10 എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 19. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം എ ആണ്, ഫ്രഞ്ച്. ചോദ്യം 20. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ചോദ്യം 20. ഉത്തരം ഡി ആണ്, ജവഹർലാൽ നെഹ്റു. ചോദ്യം 21. മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം? മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം? ഉത്തരം എ ആണ്, കൽപ്പന. ചോദ്യം 22. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ചോദ്യം 22. ഉത്തരം സി ആണ്, മന്ത്രിസഭ. ചോദ്യം ഉത്തരം സി ആണ്, 51A. മൗലിക ചുമതലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? അതിൻ്റെ ഉത്തരം സി ആണ്,
51A. ചോദ്യം 23. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ ഒപ്പിടാത്തത് ആര്? കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ആര്? ചോദ്യം 23. ഉത്തരം D ആണ്, അറ്റോർണി ജനറൽ. ചോദ്യം 24. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി? ഉത്തരം A ആണ്, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ചോദ്യം 25. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ? ഉത്തരം D ആണ്, യൂണിയൻ ലിസ്റ്റ്. ചോദ്യം 26. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത്? ഉത്തരം B ആണ്, ഭരണഘടനയിൽ നിന്ന്. ചോദ്യം 27. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഉത്തരം C ആണ്, മെഡിസപ്പ്. ചോദ്യം 28. സ്പെക്ട്രം പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം B ആണ്, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. ചോദ്യം 29. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ചോദ്യം 29. ഉത്തരം C ആണ്, ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം 30. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ഉത്തരം ചോദ്യം 30 ആണ്, ഉത്തരം B ആണ്, നരേന്ദ്ര മോദി. ചോദ്യം 30ൻ്റെ ഉത്തരം B ആണ്, നരേന്ദ്ര മോദി. ചോദ്യം 31. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആര്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ? ഉത്തരം A ആണ്, മുഖ്യമന്ത്രി. ചോദ്യം 32. ചെറുകുടലിൻ്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിൻ്റെ ആഗിരണം പൂർണ്ണമായും നടപ്പാകുന്നത്? ചോദ്യം 32. ഉത്തരം A ആണ്, വില്ലേ. ചോദ്യം 33. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? ഉത്തരം C ആണ്, മെഡുല്ല. ചോദ്യം 34. രക്തം കട്ടപിടിക്കുവാൻ ഉപയോഗിക്കുന്ന ധാതു ഏത്? രക്തം കട്ടപിടിക്കുവാൻ ഉപയോഗിക്കുന്ന ധാതു? ഉത്തരം B ആണ്. ചോദ്യം 35. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത്? സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം? ഉത്തരം D ആണ്, ഗൗട്ട്. ചോദ്യം 36. ICDSൻ്റെ പൂർണ്ണ രൂപം ഏത്? ICDS? ചോദ്യം 36. ചോദ്യം 36. ഉത്തരം A ആണ്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ചോദ്യം 37. എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടി ഉള്ളതാണ്? എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഉത്തരം D ആണ്, എയ്ഡ്സ്. ചോദ്യം 38. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫാം ബെഡിലേക്കായതിനാൽ പരുക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമം ഏതാണ്? ചോദ്യം 38. ഉത്തരം B ആണ്, രണ്ടാം നിയമം. ചോദ്യം 39. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏത് ലെൻസാണ്? 39. ഉത്തരം A ആണ്, 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ചോദ്യം 40. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിൻ്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം 40. ഉത്തരം D ആണ്, എല്ലാം 1, 2, 3. ചോദ്യം 41. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ചോദ്യം 41. ഉത്തരം C ആണ്, അതിൻ്റെ ഉത്തരം EOS 06. ചോദ്യം 42. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? ഉത്തരം B ആണ്, അതിൻ്റെ ഉത്തരം. ചോദ്യം 43. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടത്ത് വലശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ചോദ്യം 43. ഉത്തരം C ആണ്, ഷെൽ നമ്പറാണ്. ചോദ്യം 44. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകസങ്കരമായ അൽക്കിനുക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? ചോദ്യം 44. ഉത്തരം C ആണ്, ക്രോമിയം. ചോദ്യം 45. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ഡാഷ്? ഉത്തരം C ആണ്, ലിച്ചിങ്. ചോദ്യം 46. ഉയിരിൽ കൊല കൊടുക്കാക്കാവും കയറിനെ
ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്? ചോദ്യം 46. ഉത്തരം ഡി ആണ്, വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ചോദ്യം 47. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ചോദ്യം 47. ഉത്തരം സി ആണ്, 2ഉം 4ഉം. ചോദ്യം 48. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? ചോദ്യം 48. ഉത്തരം സി ആണ്, ആത്മകഥ. ചോദ്യം 49. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത്? ഉത്തരം ബി ആണ്, ദി ക്രിയേഷൻ ഓഫ് ആദം. ചോദ്യം 50. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ബഷീർ പുരസ്കാരം. ഉത്തരം എ ആണ്, നൃത്തം ചെയ്യുന്ന കുടകൾ. ചോദ്യം 51. ചോദ്യം 51ൻ്റെ ഉത്തരം എ ആണ്, അതിൻ്റെ ഉത്തരം 49/200. ചോദ്യം 52. ഒരു സംഖ്യയുടെ 30% 20% തമ്മിലുള്ള വ്യത്യാസം 116 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 25% എത്രയായിരിക്കും? ഉത്തരം സി ആണ്, അതിൻ്റെ ഉത്തരം 290. ചോദ്യം 53. ചോദ്യം 53ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 54. 100, 1000 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 9ൻ്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? ചോദ്യം 54. ഉത്തരം എ ആണ്, അതിൻ്റെ ഉത്തരം. ചോദ്യം 55. ചോദ്യം 55ൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 56. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ. ചോദ്യം 56. ഉത്തരം ഡി ആണ്, 119. ചോദ്യം 57. ശ്രേണിയിലെ അടുത്ത സംഖ്യ 0, 8, 24, 48. ചോദ്യം 57. ഉത്തരം ബി ആണ്, 80. ചോദ്യം 58. പ്ലസ് എന്നത് ഹരണത്തെയും ഭാഗം എന്നത് വ്യവകലനത്തെയും മൈനസ് എന്നത് ഗുണനത്തെയും ഗുണനം എന്നത് സങ്കലനത്തെയും സൂചിപ്പിച്ചാൽ 34 + 2 × 6 / 3 - 4 എത്ര ആകും? ചോദ്യം 58. ഉത്തരം ഡി ആണ്, ഇതിൻ്റെ ഉത്തരം 11. ചോദ്യം 59. ഒരു വരിയിൽ രഘു മുന്നിൽ നിന്നും 13ാമതാണ് പിന്നിൽ നിന്നും 6ാമനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേരാണ് ഉള്ളത്? ചോദ്യം 59. ഉത്തരം ബി ആണ്, 18 പേർ. സോഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം TNVQDD ആണ് എങ്കിൽ മൊബൈൽ എന്ന വാക്കിൻ്റെ കോഡ് എങ്ങനെ എഴുതാം? ചോദ്യം 60. ഉത്തരം ഡി ആണ്, NNCHMD എന്നെഴുതാം. ചോദ്യം 61. ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദെയർ? ചോദ്യം 61. ഉത്തരം സി ആണ്, ദാറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. ചോദ്യം 62. ദ പണിഷ്മെൻറ്റ് ഫോർ എ ഡാഷ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം. ചോദ്യം 62. അവിടെ വിട്ടുപോയതാണ് പൂരിപ്പിക്കേണ്ടത്. അതിൻ്റെ ഉത്തരം ബി ആണ്, പ്രീമെഡിറ്റേറ്റീവ്. ചോദ്യം 63. ദ പ്രൊഫസർ എലോങ് വിത്ത് ദി സ്റ്റുഡൻറ്റ് ഡാഷ് അറ്റൻഡിങ് ദി സെമിനാർ. അവിടെയും വിട്ടുപോയിരിക്കുന്നത് പൂരിപ്പിക്കണം. ചോദ്യം 63. ഉത്തരം ഡി ആണ്, ഈസാണ് അവിടെ ചേർക്കേണ്ടത്. ചോദ്യം 64. നോ വൺ ക്യാൻ ലിവ് വിതൗട്ട് ഹോപ്പ് ചേഞ്ച് ദി അസർട്ടീവ് സെൻറ്റൻസ് ഇൻ ടു ആൻ ഇൻട്രോഗേറ്റീവ് ഫോം. ചോദ്യം 64. ഉത്തരം ഡി ആണ്, അതിൻ്റെ ഉത്തരം. ചോദ്യം 65. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് കനോട്ട് യൂസ് ദി സഫിക്സ് ഡാഷ് വാർഡ്? ചോദ്യം 65. അതിൻ്റെ ഉത്തരം ബി ആണ്, മെമ്പർ. ചോദ്യം 66. വൺ ഹൂ ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നസ് ആൻഡ് സിൻസിയറിറ്റി ഈസ് ഡാഷ്? ചോദ്യം 66. അതിൻ്റെ ഉത്തരം എ ആണ്, എ സിനിക്. ചോദ്യം 67. ദ എക്സ്പ്രഷൻ സിറ്റ് ഓൺ ദി ഫെൻസ് മീൻസ്? ചോദ്യം 67. ഉത്തരം എ ആണ്, ടു റിമെയിൻ ന്യൂട്രൽ. ചോദ്യം 68. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്? മീന ആസ്ക്ഡ് മീ ചേഞ്ച് ദി എബോവ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ചോദ്യം 68. ഉത്തരം സി ആണ്, മീന ആസ്ക്ഡ് മീ ഈഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്. ചോദ്യം 69. ഫിൽ ഇൻ വിത്ത് ദി കറക്റ്റ് ടെൻസ് ഫോം ഓഫ് എ വെർബ് ഗോ. ചോദ്യം 69. ഉത്തരം ഡി ആണ്, ഗോ വെൻറ്റ്. ചോദ്യം 70. ഐ വിൽ ഹാവ് ടു ഡാഷ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദി വർക്ക് ഓൺ ടൈം. ചോദ്യം 70. ഉത്തരം എ ആണ്, പുട്ടിൻ.
ചോദ്യം 71. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ചോദ്യം 71. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഉത്തരം സി ആണ്, നാരദക്രിയ. ചോദ്യം 72. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ചോദ്യം 72. ഉത്തരം ബി ആണ്, ഭിക്ഷുകി. ചോദ്യം 73. താഴെ പറയുന്നവയിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏത്? 73. ഉത്തരം എ ആണ്, ഗജ്വാശങ്ങൾ. ചോദ്യം 74. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം. ചോദ്യം 74. ഉത്തരം എ ആണ്, ആക്ഷം. ചോദ്യം 75. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം. വിയോഗം എന്ന വാക്കിൻ്റെ വിപരീതം. ഉത്തരം സി ആണ്, സംയോഗം. ചോദ്യം 76. കാടിയാലും മുടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? ചോദ്യം 76. ഉത്തരം എ ആണ്, ഇല്ലായ്മ ഉള്ളവരെ അറിയിക്കരുത്. ചോദ്യം 77. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം ഏത്? ചോദ്യം 77. ഉത്തരം ഡി ആണ്, ഖഗം. ചോദ്യം 78. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ചോദ്യം 78. ഉത്തരം ബി ആണ്, ദ്രോണർ. ചോദ്യം 79. പരിഭാഷപ്പെടുത്തുക, വിവർത്തനം ചെയ്യുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പൂവർ. ചോദ്യം 79. ഉത്തരം സി ആണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. ചോദ്യം 80. താഴെ പറയുന്ന വാക്യങ്ങളിലെ തെറ്റ് തിരുത്തെഴുതുക. വാക്യം: പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉത്ബോധിപ്പിച്ചു. ചോദ്യം 80. ഉത്തരം ബി ആണ്, മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉത്ബോധിപ്പിച്ചു. അതാണ് ശരിയായ വാക്ക്. ചോദ്യം 81. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട പ്രായം എത്ര? ചോദ്യം 81. ഉത്തരം സി ആണ്, 23 വയസ്സ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട പ്രായം 23 വയസ്സ്. ചോദ്യം 82. താഴെ പറയുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? ചോദ്യം 82. ചോദ്യം 82ൻ്റെ ഉത്തരം എ ആണ്, 1, 3, 4. ഇതാണ് ശരി. ചോദ്യം 83. പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരിയായത് ഏത്? ചോദ്യം 83. ചോദ്യം 83ൻ്റെ ഉത്തരം എ ആണ്, 1ഉം 3ഉമാണ് ശരി. ചോദ്യം 84. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? ഉത്തരം ഡി ആണ്, 1997. ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 85. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഏവ? ചോദ്യം 85. ഉത്തരം ബി ആണ്, ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. ചോദ്യം 86. 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ചോദ്യം 86. ഉത്തരം സി ആണ്, 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. ചോദ്യം 87. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല ഏത്? ചോദ്യം 87. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോർമുല. ഉത്തരം ഡി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 88. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്ററാണ്? ചോദ്യം 88. ഉത്തരം ബി ആണ്, 37.5. ചോദ്യം 89. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? ചോദ്യം 89. ഉത്തരം സി ആണ്, 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. ചോദ്യം 90. കേരളത്തിലെ വിദേശ മദ്യഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ചോദ്യം 90. ഉത്തരം ബി ആണ്, 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ചോദ്യം 91. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെൻ്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഏത്?
ഉത്തരം എ ആണ്, രാവിലെ 10 മുതൽ അർദ്ധരാത്രി 12 മണി വരെ. ചോദ്യം 92. FL1 വിദേശ വിൽപ്പനശാലകളിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് എത്ര? ചോദ്യം 92. ഉത്തരം ഡി ആണ്, 180 മില്ലി. ചോദ്യം 93. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് COTPA നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം 93. അതിൻ്റെ ഉത്തരം സി ആണ്. അതിൻ്റെ ഉത്തരം 1ഉം 2ഉം ആണ്, 1ഉം 3ഉമാണ് ശരി. ചോദ്യം 94. COPTA നിയമപ്രകാരം എത്ര മുറികളുള്ള ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ചോദ്യം 94. ഉത്തരം ബി ആണ്, 30 മുറികൾ. ചോദ്യം 95. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? ചോദ്യം 95. ഉത്തരം എ ആണ്, 60%. ചോദ്യം 96. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകുകയും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചോദ്യം 98. ചോദ്യം 98. ഉത്തരം ഡി ആണ്. അതിൻ്റെ ഉത്തരം 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 99. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? 99. ഉത്തരം എ ആണ്, 1ഉം 2ഉം മാത്രം. ചോദ്യം 100. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഉത്തരം സി ആണ്, 3 വർഷം തടവും 5 ലക്ഷം പിഴയും. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.